നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ ധർണ നടത്തി. പറപ്പൂക്കരയിൽ KLDC കനാലിൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിൻ പട്ടകൾ നശിപ്പിച്ചതായി പരാതി. 3 ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഉടനെ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. കല്ലൂർ നായരങ്ങാടി ശിവക്ഷേത്രം റോഡിന്റെ നവീകരണ പ്രവർത്തികൾ വൈകുന്നു. വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കാണ് വില്ലനാകുന്നതെന്നാണ് ആരോപണം. വാർത്തകൾ വിശദമായി. റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മുകുന്ദപുരം താലൂക്കിൽ ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ ധർണ നടത്തി. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റേഷൻ വ്യാപാരികളുടെ വേതന കുടിശ്ശിക ഉടൻ നൽകുക, കോവിഡ് കാലത്ത് കിറ്റ് നൽകിയതിൻ്റെ കമ്മീഷൻ പൂർണ്ണമായും നൽകി കോടതി അലക്ഷ്യ നടപടി ഒഴിവാക്കുക, ഓണത്തിൻ്റെ ഉത്സവകാല ഓണറേറിയമായ 1000 രൂപ നൽകുക, 2018 വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. KSRRDA, AKRRDA സംഘടനകളാണ് സമരം നടത്തിയത്. AKRRDA ജില്ലാ പ്രസിഡന്റ് PD പോൾ ഉദ്ഘാടനം ചെയ്തു. KSRRDA താലൂക്ക് പ്രസിഡന്റ് ജിബി തോമസ് അധ്യക്ഷത വഹിച്ചു. മധു, AK ജയനന്ദൻ, ജോൺസൺ മഞ്ഞളി, ജിബി തോമസ് എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റ് ജോൺസൺ, KSRRDയുടെ ജില്ലാ സെക്രട്ടറി സോണിലപ്പായി, ട്രഷറർ രാജേഷ്, മറ്റു ഇതര ഹിന്ദു സംഘടനകളുടെയും വൈസ് പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, പറപ്പൂക്കരയിൽ KLDC കനാലിൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിൻ പട്ടകൾ നശിപ്പിച്ചതായി പരാതി. നെടുമ്പാൾ പറപ്പൂക്കര പാടശേഖരത്തിന്റെ കനാൽ ബണ്ടിൽ കർഷകർ നട്ടുവളർത്തിയ ഹൈബ്രിഡ് തെങ്ങിന്റെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. കനാലിലെ ചണ്ടി നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്നതിനായാണ് തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചത്. വിവരമറിഞ്ഞ് കർഷകർ എത്തുമ്പോഴേക്കും 200ഓളം തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതായി കർഷകർ പറയുന്നു. ഞാൻ 16-ാം തീയതി രാവിലെ ഇവിടെ വരുമ്പോൾ ഈ തെങ്ങിൻ്റെ എല്ലാ പട്ടകളും വെട്ടി നശിപ്പിച്ചേക്കാണ്. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ വന്ന ഹിറ്റാച്ചിക്കാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എത്തി എന്ന് പറഞ്ഞു അവിടെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ആരാ നിങ്ങളെ ഈ തെങ്ങ് വെട്ടാൻ ഏൽപ്പിച്ചത്, ആരോട് ചോദിച്ചിട്ടാണ് ഇത് വെട്ടിയതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഇറിഗേഷൻ്റെ എഞ്ചിനീയർ പറഞ്ഞിട്ട് വെട്ടിയതാന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി അധികം വർത്താനൊന്നും പറയില്ല, സാറിൻ്റെ നമ്പർ ഇങ്ങോട്ടായോ, സാറില്ലെങ്കിൽ സാറിനെ നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് സാറിനെ വിളിച്ചു തന്നു. ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് എന്താ അതിക്രമമാണ് ഈ കാണിച്ചത്? ഒരു കർഷകൻ എന്ന നിലയിലല്ല, ഇവിടെ കേരളത്തിൽ ജനിച്ച് ഊണ് കഴിച്ച് വളരുന്ന ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത പ്രക്രിയയാണ് അവിടെ ചെയ്തു വെച്ചത്. അതായത് 60% ചൊട്ട വന്ന് നിൽക്കുന്ന തെങ്ങിൻ്റെ പട്ട മുഴുവനായി വെട്ടിക്കളഞ്ഞു. ഓരോ മാസം മരുന്ന് നൽകി 8000 രൂപയോളം ചെലവ് ചെയ്ത് ഈ തെങ്ങിന് തോട്ടിൽ നിന്ന് ആള് ഇറങ്ങിപ്പോയി വെള്ളം മുക്കി കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കിയ തെങ്ങ. ഇത്രയും വർഷം ഞങ്ങൾ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണത്. വളർച്ച നഷ്ടമായതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇതിന് വളടാനും ഇതിൻ്റെ കടവെടുപ്പാക്കി വൃത്തിയാക്കി നന്നാക്കാനും ഉള്ള ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഈ ഹിറ്റാച്ചിക്കാരിൽ നിന്ന്
കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പറപ്പൂക്കര പഞ്ചായത്ത് 2021 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി KLDC ബണ്ടിന് സംരക്ഷണം എന്ന നിലയിലും കർഷകർക്ക് വരുമാനം എന്ന നിലയിലുമാണ് ഇവിടെ തെങ്ങും തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ഹൈബ്രിഡ് കുള്ളൻ എന്ന വിഭാഗമാണ് ഈ തെങ്ങുകൾ. KLDC കനാലിന്റെ നീരൊഴുക്ക് സുഗമമാക്കാൻ വർഷം തോറും വലിയ ജങ്കാറിൽ ഹിറ്റാച്ചി ഇറക്കി കനാലിൽ നിന്ന് ചണ്ടി നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതെന്ന് കർഷകർ പറയുന്നു. പറപ്പുക്കര ജയഭാരത് മുതൽ കൂന്തിക്കുളം വരെയുള്ള KLDC കനാലിന്റെ ബണ്ടിന്റെ സൈഡിൽ 2021 പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ച കുള്ളൻ തെങ്ങിൻ തൈകളാണ് കാണുന്നത്. വർഷാവർഷം തോറും വലിയ ജങ്കാർ ഉപയോഗിച്ച് KLDC കനാല് നീരൊഴുക്കിന് വേണ്ടി അതിന് വെടുപ്പാക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ഈ വർഷം KLDC കനാല് വലിയ ജങ്കാർ ഉപയോഗിച്ച് വെടുപ്പാക്കാനായിട്ട് വന്ന പദ്ധതി അവർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു എന്ന് അവർ പറയുന്നതാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് വലിയ ജങ്കാർ ഉപയോഗിച്ചത് വെടുപ്പാക്കാണ് വേണ്ട, പക്ഷെ അവർ വലിയ ജങ്കാർ ഉപയോഗിക്കുന്നതിന് പകരം ഹിറ്റാച്ചി ബണ്ടുമ്മക്കോട് ഓടിച്ച് ബണ്ട് നാശമാക്കുന്ന വിധം ബണ്ടുമ്മക്കോട് ഓടിച്ചു കഴിഞ്ഞിട്ട് ചൊട്ടിയിട്ട തെങ്ങ്, അതായത് കായ്ച്ചു തുടങ്ങിയ തെങ്ങ്, ചൊട്ടിയിട്ട തെങ്ങിന്റെ 60% പട്ടപ്പുള്ളായിട്ട് വളരെ ക്രൂരമായി വെട്ടി നശിപ്പിച്ചേക്കാണ്. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ വേണമെന്നാണ് കേരള കർഷക സംഘം പറപ്പുകര മേഖലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഇത് 16-ാം തീയതി ശനിയാഴ്ച ഇതുപോലെ കാലത്ത് ഇവർ വന്ന് പറഞ്ഞു, ഇങ്ങനെ ബണ്ടുമഴ വെച്ചിരിക്കുന്നതായിട്ടുള്ള തെങ്ങ് തൊഴിലുറപ്പിന്റെ പദ്ധതി പ്രകാരമാണ് തെങ്ങ് വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ പടവുകാർ 56 രൂപ വെച്ചിട്ട് ഒരു തെങ്ങിന് കൊടുത്ത് അത്രയും വില കൊടുത്ത് അവർ വാങ്ങിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അവർ വെച്ച് കൊടുത്ത തെങ്ങാണ്. അവർ സംരക്ഷിക്കുന്നതും അവർ തന്നെയാണ്. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഇവിടെ തെങ്ങ് മുഴുവനും വെട്ടി നശിപ്പിക്കുകയാണ്. KLDC-കാർ ബണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വന്നവർ ഇവിടെ വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വന്നവർ ഈ JCB-യുടെ കൊമ്പ് കറക്കണില്ല എന്ന് പറഞ്ഞാൽ അവർ വെട്ടാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നിർത്തണില്ല എന്ന് പറഞ്ഞു. ഇത് ഒരുപാട് നഷ്ടം പടവുകാർക്കും കർഷകർക്കും ഒരുപാട് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാസങ്ങളോളമുള്ള കർഷകരുടെ അധ്വാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെയുള്ള നടപടി ന്യായീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് കർഷകർ. സംഭവത്തിൽ കർഷകർ കൃഷി ഓഫീസർക്ക് പരാതി നൽകി. കർഷകരുടെ കടുത്ത പ്രതിഷേധം മൂലം താൽക്കാലികമായി ചണ്ടി നീക്കം ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ചു. 3 ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. AEO PB നിഷ പതാക ഉയർത്തി. ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS ബീന, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി ഫ്രാൻസിസ്, VK മുകുന്ദൻ, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M സുധീർ എന്നിവർ പ്രസംഗിച്ചു. കൊടകരയിലെ GLP സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലുള്ള 8 വേദികളിലാണ് കലോത്സവം അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1500ഓളം പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. നിരവധി കലകൾക്ക് അരങ്ങേറാൻ അവസരങ്ങൾ കുളങ്ങളിൽ 240 കലകളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അന്യം നിന്ന് പോയ കലകൾ, അനുഷ്ഠാന കലകൾ, ആദിവാസി കലകൾ, ഇതെല്ലാം ഇപ്പോൾ സ്കൂൾ കലോത്സവ വേദിയിലേക്ക് വന്നിരിക്കുന്നു. നിർദ്ദിഷ്ട പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഉടനെ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സരിത രാജേഷ്, അൽജോ പുളിക്കൻ, AA ശ്രീധരൻ, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, പുതുക്കാട് ലോക്കൽ സെക്രട്ടറി MA ഫ്രാൻസിസ്, MR രഞ്ജിത്ത്, EK അനൂപ്, KS അരുൺ, CP സജീവൻ, സുമ ഷാജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതുക്കാട് സെന്ററിൽ പൊതുസമ്മേളനവും പ്രകടനവും നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. MA ഫ്രാൻസിസ് അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അൽജോ പുളിക്കൻ സെക്രട്ടറിയായി 13 അംഗ ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയിലെ 10 ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രതിനിധി സമ്മേളനം, ഇന്ന് പൊതുയോഗവും പ്രകടനവും നമ്മുടെ ലോക്കലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 36 മാസത്തെ കാലത്ത് പാർട്ടിയുടെ പുതുക്കാടുമായി ബന്ധപ്പെട്ട ലോക്കൽ പാർട്ടിയുടെ പ്രവർത്തനവും നമ്മുടെ പാർട്ടിയെ സംബന്ധിക്കുന്ന പൊതു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വളരെ നമ്മൾക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും CPIM-ന്റെ
പാർട്ടി കോൺഗ്രസ് എല്ലാ 3 വർഷത്തിൽ ഒരിക്കൽ നടന്ന് വരുന്ന ഒരു പ്രക്രിയയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ടിയുടെ നിറം ചുവപ്പ് നിറമാണ് നമ്മുടെ പതാകയ്ക്ക്. ആ പതാകയോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുനീര്, നമ്മുടെ വേദന, നമ്മുടെ മർദ്ദനം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഭിന്നതകൾ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ പറപ്പൂക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M ശ്രീകുമാർ, ബ്ലോക്ക് സെക്രട്ടറി വിജയൻ കൈതവളപ്പിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, MK രാജേഷ് കുമാർ, വിജയൻ രാപ്പാൾ, ഗോപി നന്ദിക്കര, MK ഷാജി, വിശ്വംഭരൻ നന്ദിക്കര, സുബ്രഹ്മണ്യൻ പന്തല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, വർഗീസ് തെക്കേത്തല, ഷൈനി ജോജു, ലിൻസൺ പല്ലൻ, ജസ്റ്റിൻ AJ എന്നിവർ പ്രസംഗിച്ചു. കാലങ്ങളായി യാത്രാക്ലേശം നേരിടുന്ന കല്ലൂർ നായരങ്ങാടി ശിവക്ഷേത്രം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ വൈകുന്നു. ഇവിടെയും വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കാണ് വില്ലനാവുന്നതെന്നാണ് ആരോപണം. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കല്ലൂർ നായരങ്ങാടി ശിവക്ഷേത്രം റോഡിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. 15 വർഷത്തിലേറെയായി തൃക്കൂർ പഞ്ചായത്തിലെ 16ാം വാർഡിൽ ഉൾപ്പെട്ട ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ ഇവിടെ ജൽജീവൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ യാത്രാക്ലേശം ഇരട്ടിയായി. കഴിഞ്ഞ ഡിസംബറിലാണ് പൈപ്പിടൽ പ്രവൃത്തികൾക്കായി റോഡ് പൊളിച്ചത്. എന്നാൽ 1 വർഷത്തോളം കഴിഞ്ഞ് ഇപ്പോഴാണ് പൈപ്പിടാനായി പൊളിച്ച ഭാഗം മൂടുന്ന പ്രവൃത്തികൾ വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ CPM നായരങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് റോഡ് നവീകരണം വൈകാൻ കാരണമെന്ന് 4ാം വാർഡ് മെമ്പർ കപിൽ രാജ് പറഞ്ഞു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ LDFന്റെ ഒരു സമരം ഉണ്ടായിരുന്നു. ഈ റോഡ് ഏകദേശം 1.5 വർഷക്കാലമായി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഈ പഞ്ചായത്തിനകത്ത് ഈ റോഡ് മാത്രമല്ല 17 വാർഡുകളിലും റോഡുകളുടെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇവിടെ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പിടാൻ വേണ്ടി 4 വർഷം മുമ്പ് 1ഉം 2ഉം ഘട്ടങ്ങളിലായി പൊളിച്ച റോഡുകളൊക്കെ തന്നെ ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ജലജീവൻ മിഷന്റെ കരാറുകാരും ഈ റോഡ് പൊളിക്കുമ്പോൾ പഞ്ചായത്തുമായിട്ട് യാതൊരു കരാറും ഇവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നിലവിലുള്ള ഈ റോഡുകൾക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടും കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് കൃത്യസമയത്ത് റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതേസമയം റോഡിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയതായും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾ വൈകിയതാണ് പ്രതിസന്ധിയായതെന്നും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായാൽ എത്രയും വേഗം റോഡ് നവീകരണം സാധ്യമാകുമെന്നും 16ാം വാർഡ് മെമ്പർ അനു പനങ്കൂടൻ പറയുന്നു. നമ്മുടെ ഈ റോഡ് വളരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ 1 കൊല്ലം മുമ്പാണ് വാട്ടർ അതോറിറ്റിക്കാർ ജൽജീവൻ്റെ പൈപ്പ് ഇട്ടത്. പക്ഷേ പിന്നീടുള്ള പണികളൊന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ അവർ വീണ്ടും വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പഞ്ചായത്ത് ഫണ്ട് ഈ റോഡിനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഫണ്ട് വെച്ച് റോഡ് പുനർനിർമ്മിക്കുന്നതാണ്. നമ്മൾ LDFന്റെ നേതൃത്വത്തിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ പഞ്ചായത്ത് റോഡുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സമരം നടത്തിയിരുന്നു. സമരം നടത്തിയത് നായരങ്ങാടി കല്ലൂർ ശിവക്ഷേത്രം റോഡിലാണ്. ഈ റോഡ് മാത്രമല്ല, തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ സഞ്ചാര യോഗ്യമല്ലാതായി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന നായരങ്ങാടി കല്ലൂർ റോഡ് ഒരു 4 വർഷക്കാലങ്ങളുമായിട്ടുണ്ടാവും ഈ റോഡ് ഒരു റീടാറിംഗ് നടത്തിയിട്ട്. അപ്പോൾ ഇത് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ നിരവധി പഞ്ചായത്ത് റോഡുകൾ ശരിയാക്കാതെ
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഒരു മറുപടിയും പറയാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു പ്രദേശത്തിന്റെ ആകെ യാത്രാക്ലേശവും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുണമേന്മയിലും രുചിയിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ രുചിയുടെ വൈവിധ്യങ്ങൾ കൊണ്ട് നിറച്ച പാറപ്പുറം കാറ്ററിംഗ് സർവീസിന്റെ ഓഫീസ് ചിറ്റിശ്ശേരി കുന്നിശ്ശേരി ഹെൽത്ത് സെന്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പാറപ്പുറം കാറ്ററിംഗ് സർവീസിന്റെ ഓഫീസിന്റെ വെഞ്ചരിപ്പ് കർമ്മം ചിറ്റിശ്ശേരി പള്ളി വികാരി ഫാദർ വോഗീസ് കാഞ്ഞിരത്തിങ്കൽ നിർവഹിച്ചു. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ മഹത്തായ പ്രതീക്ഷിക്കപ്പെടുന്ന രൂപം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഓർമ്മ ഞങ്ങളിൽ നിലനിർത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബിജു പാറപ്പുറമാണ് സ്ഥാപനത്തിന്റെ പ്രൊപ്രൈറ്റർ. വിവാഹം, മാമോദിസ, ടീ പാർട്ടി, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് ആവശ്യമായ ഭക്ഷണം പാറപ്പുറം കാറ്ററിംഗ് ഒരുക്കി നൽകുന്നു. വെജ്, നോൺ വെജ് തുടങ്ങി എല്ലാവിധ ഭക്ഷണവും ഉത്തരവാദിത്തോടെ തയ്യാർ ചെയ്തു നൽകും. വർഷത്തെ സേവന പാരമ്പര്യം, ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങൾ ഗംഭീരമാക്കാം. പാറപ്പുറം കാറ്ററിംഗ് സർവീസ്, നെല്ലായി ബ്രാഞ്ച്, മരത്താക്കര. വിളിക്കേണ്ട നമ്പർ 9895488747, 8943633355, 8943633325. പാചക വിദഗ്ധൻ വെള്ളപ്പായ കണ്ണൻ സ്വാമി അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ മുത്തച്ഛൻ വെളപ്പായ കൃഷ്ണനയ്യരുടെ പാത പിന്തുടർന്ന കണ്ണൻ രുചിവിഭവങ്ങളുടെ അവസാന വാക്കായിരുന്നു. 1992 മുതൽ പൂർവികരുടെ പാചക മേഖലയിൽ കാലുറപ്പിച്ച കണ്ണൻ സ്വാമി തൃശൂരിലെ പാചകകല വേറെയൊരു തലത്തിലെത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ്. പാലട കണ്ണൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കണ്ണൻ സ്വാമി അത്യാധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഉൾക്കൊണ്ടുകൊണ്ട് കാറ്ററിംഗ് മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തി. 1994 കൃഷ്ണ കാറ്ററിംഗ് ഒരു ചെറുകിട യൂണിറ്റായി സ്ഥാപിതമായി. ശുചിത്വവും ഗുണനിലവാരവും കണക്കിലെടുത്ത് 2016 ഇന്റർനാഷണൽ ക്വാളിറ്റി മാനേജ്മെന്റ് പുരസ്കാരം കൃഷ്ണ കാറ്ററിംഗിന് ലഭിച്ചിട്ടുണ്ട്. 2006, 2008, 2009 വർഷങ്ങളിൽ CBSE കലോത്സവത്തിന് ഭക്ഷണമൊരുക്കിയതും കണ്ണൻ സ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു. കൂടാതെ ക്ഷേത്രാഘോഷങ്ങൾക്കും ഒല്ലൂർ പള്ളി തിരുനാളിനും ആയിരങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കി. ഭാര്യ മീന, മക്കൾ രാഹുൽ, രമ്യ. സംസ്കാരം ബുധനാഴ്ച 9-ന്. സ്കൂൾ വിദ്യാർത്ഥികളിൽ മികച്ച മാനസിക ആരോഗ്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ ഒരുങ്ങി സാദ് ക്ലബ്ബ്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് മനഃശാസ്ത്ര വിഭാഗത്തിന്റെ കീഴിലാണ് സാദ് എന്ന പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പഠനരംഗത്തും ഗാർഹിക സാമൂഹ്യ രംഗത്തും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയെ മുന്നിൽ കണ്ടാണ് സാത്തിന് കീഴിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ആളൂർ SNVV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായ പരിപാടികൾക്ക് തുടക്കമായി.
പ്രചോദി നികേതൻ കോളേജ് മനഃശാസ്ത്ര വിഭാഗം അധ്യാപിക ഡോക്ടർ മിലു മരിയ ആൻഡോ, സ്കൂൾ പ്രിൻസിപ്പൽ ES സുമ, മറ്റ് അധ്യാപകർ, പ്രചോദി നികേതൻ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം PG വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നടന്ന പരിശീലന പരിപാടികളിൽ PG വിദ്യാർത്ഥികളായ ക്രിസ്റ്റി മരിയ തോംസൺ, എഗിൻ ടോം, KP അപർണ എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ മറ്റു സ്കൂളുകളിലേക്കും സാത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികളുടെ ആധാർ കാർഡ് പുതുക്കൽ സൗജന്യമായി നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക MS ബീന, PTA പ്രസിഡന്റ് PR വിമൽ, അധ്യാപകർ, മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. രണ്ടാംകല്ല് ALP സ്കൂളിൽ മാതൃവന്ദനം നടത്തി. MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ ഉദ്ഘാടനം ചെയ്തു. അശ്വതി നിഖിൽ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് അനൂപ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാലയത്തിൽ പഠിക്കുന്ന 5 മക്കളുടെ അമ്മയായ തോട്ടിയാൻ ജോസ് ഭാര്യ ജിൽജിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാനാധ്യാപകൻ K നിക്സൺ പോൾ, സ്കൂൾ വൈസ് പ്രസിഡന്റ് ശശികുമാർ തലക്കാട്ടിൽ, മാനേജ്മെന്റ് സെക്രട്ടറി സാബു പായമ്മൽ, നിബിത ജോൺ, രോഹിണി ബിജു, മീനു രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന അമ്മ അശ്വതി, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ. എല്ലാവർക്കും നന്ദി. ഇന്ന് കുഞ്ഞുമക്കളെല്ലാവർക്കും നിങ്ങളൊരു കാര്യം ചെയ്യണം. വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അമ്മമാർക്ക് ഓരോ ഉമ്മ കൊടുക്കണം. എന്നിട്ട് പറയണം ഹാപ്പി മദേഴ്സ് ഡേ. എനിക്ക് ഇതുപോലൊരു അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനോടും PTA എല്ലാവരോടും മറ്റ് സ്റ്റാഫുകളോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. കഴിഞ്ഞ ആഴ്ച കുത്തനെ കുറഞ്ഞ സ്വർണ്ണവില 2 ദിനമായി കൂടുന്നുണ്ട്. ചൊവ്വാഴ്ച 560 രൂപ വർദ്ധിച്ചു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 56,520 രൂപയാണ്. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 7,065 രൂപയായി. കഴിഞ്ഞ ഒരാഴ്ച കേരള വിപണിയിൽ സ്വർണത്തിന് കുറഞ്ഞത് 2,800 രൂപയാണ്. എന്നാൽ ഈ ആഴ്ച തുടങ്ങിയത് മുതൽ സ്വർണ്ണവില കൂടുകയാണ്. പവന് തിങ്കളാഴ്ച 450 രൂപ വർദ്ധിച്ചിരുന്നു. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വില 99 രൂപയാണ്. നമ്മുടെ പ്രാതലിലെ പ്രിയ വിഭവമാണ് എപ്പോഴും ഇഡ്ലി. ഇഡ്ലിയും സാമ്പാറും എന്ന കോംബോ ഇഷ്ടപ്പെടാത്തവർ ചുരുങ്ങും. സ്വാദിഷ്ടമായ ആഹാരം എന്നത് മാത്രമല്ല, ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ളതാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇഡ്ലിയും ഏറെ പോഷകങ്ങൾ അടങ്ങിയ വസ്തുക്കളാൽ തയ്യാറാക്കുന്ന സാമ്പാറും. റിപ്പോർട്ട് കാണാം. ആവി പറക്കുന്ന ഇഡലിക്ക് മീതെ ചൂട് സാമ്പാറും വേണമെങ്കിൽ ചട്നിയും കൂട്ടി കഴിക്കുന്ന ഇഡലിയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. പ്രാതലിന് മാത്രമല്ല അത്താഴത്തിനും കഴിക്കാവുന്ന ഒന്നാണിത്. തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ വസ്തു എന്ന പ്രാധാന്യം കൂടി ഇതിനുണ്ട്. ആവിയിൽ വേവിച്ചു കഴിക്കുന്നതിനാൽ ഇഡലിയിൽ നിന്ന് ശരീരത്തിലെത്തുന്ന കാലറിയുടെ അളവ് വളരെ കുറവായിരിക്കും. ഇഡലിയിൽ കലോറിയുടെ അളവ് 39 മാത്രമാണ്. എണ്ണയുടെ ഉപയോഗം ലവലേശമില്ലാതെയാണ് ഇഡലി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കലറി തീരെ കുറവുള്ള ആഹാരം എന്ന നിലയിലും ആവിയിൽ പാകം ചെയ്തെടുക്കുന്ന ഭക്ഷണം എന്ന നിലയിലും ഇഡലിക്കുള്ള ആരോഗ്യ ഗുണങ്ങൾ വളരെയേറെയാണ്. പ്രഭാത ഭക്ഷണങ്ങളിൽ ഇഡലിയോളം എളുപ്പം ദഹനം സാധ്യമാക്കുന്ന ഭക്ഷണം വേറെയില്ല. കാരണം മറ്റൊന്നുമല്ല, മാവ് പുളിപ്പിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ. ശരീരത്തിലെത്തുന്ന ധാതുക്കളെയും വിറ്റാമിനുകളെയും വിഘടിപ്പിക്കുന്നത് വഴി ദഹന പ്രക്രിയ സുഗമമാക്കപ്പെടുന്നു. ഒപ്പം ഇത്തരം ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കുടലിലെ pH ലെവൽ നിയന്ത്രണ വിധേയമാക്കുന്നു. അയൺ, കാൽഷ്യം, ഫോളേറ്റ്, പൊട്ടാസ്യം, വൈറ്റമിൻ A തുടങ്ങിയ പല ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന ഉഴുന്നുപരിപ്പിൽ നിന്നും അയൺ ലഭിക്കുന്നുണ്ട്. ദിവസവും വേണ്ട പ്രോട്ടീൻ, നാരുകൾ എന്നിവയുടെ ചെറിയ ഭാഗം ഒരു മുതിർന്ന ആൾക്ക് ഒരു ഇഡലിയിൽ നിന്ന് ലഭിക്കുമെന്ന് വേണം പറയാൻ. സാമ്പാറിനും ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. പലതരം പച്ചക്കറികൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് നാരുകൾ ധാരാളം അടങ്ങിയ ഒരു കറിയാണെന്ന് പറയാം. ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒന്ന്. പരിപ്പും പലതരത്തിലുള്ള പച്ചക്കറികളും ചേരുമ്പോൾ നാരുകളും മറ്റ് ഒരു വിധത്തിലുള്ള പോഷകങ്ങളും എല്ലാം ശരീരത്തിന് ലഭിക്കുന്നു. പലതരം പച്ചക്കറികളുടെ ഒരു ചേരുവയാണ് സാമ്പാർ. കാരറ്റ്, സവാള, വഴുതന, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇതുകൊണ്ട് തന്നെ ഇവയിലെ പോഷകാംശങ്ങൾ ശരീരത്തിന് ലഭ്യമാവുകയും ചെയ്യും. ഏതെങ്കിലും പച്ചക്കറിയുടെ ഇഷ്ടക്കുറവുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു വഴിയാണിത്. കാലാവസ്ഥ.
കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ICMR പദ്ധതിയുടെ കീഴിലുള്ള AMR വിഭാഗത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ മാനേജർ എന്നീ തസ്തികകളിൽ 1 വർഷത്തേക്ക് നിശ്ചിത വേതനത്തിൽ കരാർ നിയമനം നടത്തുന്നു. MLT ബിരുദവും ബാക്ടീരിയോളജി ലാബിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നവംബർ 22 രാവിലെ 10 തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 048722000310, മറ്റൊരു നമ്പർ 048722000319. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7065 രൂപയും പവന് 56,520 രൂപയും രേഖപ്പെടുത്തി. തൃക്കൂർ അമ്പലനട ചെമ്പോത്ത് പ്രകാശൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ ധർണ നടത്തി. പറപ്പൂക്കരയിൽ KLDC കനാലിൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിൻ പട്ടകൾ നശിപ്പിച്ചതായി പരാതി. 3 ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഉടനെ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. കല്ലൂർ നായരങ്ങാടി ശിവക്ഷേത്രം റോഡിന്റെ നവീകരണ പ്രവർത്തികൾ വൈകുന്നു. വാട്ടർ അതോറിറ്റിയുടെ മെല്ലെ പോക്കാണ് വില്ലനാകുന്നതെന്നാണ് ആരോപണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.